ഇന്നിപ്പോൾ ഈസ്റ്ററാണ്. ഈസ്റ്റർ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഇറങ്ങി ഇപ്പോൾ ബുർജ് ഖലീഫയിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് നടന്ന ഒരു മെട്രോ ഉണ്ട്, അവിടെ നിന്ന് നേരെ ബുർജ് ഖലീഫിൻ്റെ അടുത്തെത്തും. അവിടെ നിന്ന് പിന്നെ നടക്കാനുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് പ്ലാൻ ഇന്നത്തെ. യെസ്, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ടിന്റെ അടുത്താണ്, അത് റൺവേന്റെ മൂട്ടില്. നല്ല ശബ്ദമാണ്. എല്ലാ 2 മിനിറ്റും ഓരോ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫ്ലൈറ്റ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് രസമാണ് കേട്ടോ. അങ്ങനെ നടന്ന് മെട്രോ എത്തി. 20 മിനിറ്റത്തെ നടപ്പുണ്ടായിരുന്നു. ഈ മെട്രോ സ്റ്റേഷൻ്റെ മേളിൽ നിന്ന് ബുർജ് ഖലീഫയും കാണാം, എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാം. അങ്ങനെ ഫസ്റ്റ് ദുബായ് മാളിലെത്തി. ആദ്യമേ തന്നെ കുറേ ഫോൺ കടയിലും പിന്നെ ക്യാമറേൻ്റെ ഇക്വിപ്മെൻറ്റ്സും കടയിലൊക്കെ കയറി നോക്കി, മാളിൽ എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ. കണ്ടാ ഓരോ കടയിലെത്താനുള്ളത് അവർ കൂട്ട് കാണിച്ചു തരും. ആപ്പിൾ സ്റ്റോറിൽ ഇപ്പോൾ എനിക്ക് ആപ്പിൾ വിഷൻ വന്നിട്ട് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് ആപ്പിൾ സ്റ്റോർ തന്നെ തപ്പി കണ്ടുപിടിച്ചത്. ഇവിടെ കാണും, ഇന്ത്യയിലില്ല. അപ്പം അങ്ങോട്ട് പോവുക. ഇവിടുത്തെ ആപ്പിൾ സ്റ്റോർ എംടിയാ. ഇവിടെ ഞാൻ വന്ന സാധനം ഇവിടെ ഇല്ല. ആപ്പിൾ വെച്ചെന്നില്ല, ബാക്കിയെല്ലാം ആപ്പിൾ കടയിലുള്ള എല്ലാ സാധനവും ഉണ്ട്. നടന്ന് ക്ഷീണിച്ചാണ് കുറച്ചായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. അതാണ് നടന്ന കാല് കഴിച്ച്, അത് കാരണം കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ പോലെ പോകണമെന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നേരെ നിൽക്കാൻ പോലും എനിക്ക് അറിയത്തില്ല.
അങ്ങനെ മാക്ഡീന്ന് ഓർഡർ ചെയ്തു. നല്ല വിലക്കായിരുന്നു. ഒരു ഡബിൾ ചീസ് ബർഗർ മീല് വാങ്ങിച്ച് ആപ്പ് വഴി ചെയ്ത കാരണം 18 ദിർഹംസ്. ഇനി വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വിശന്നു. അവിടെ തന്നെ നിന്നപ്പം കൂടെ തലവേദന ആകാൻ തുടങ്ങി. സാധനം വേണ്ട. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബർഗർ ചെറുതായി പോയി, പക്ഷെ മീഡിയം മീലിന്റെ ഫ്രൈസും കോളയും അത് നല്ല സൈസ് ഉള്ളതാണ്. ഇതാണ് ഡബിൾ ചീസ് ബർഗർ. 2 ബീഫ് പാറ്റും ഉണ്ട്, 2 ചീസും ഉണ്ട്, കുറച്ച് പിക്കിൾസും ഉണ്ട്. അത് തന്നെ. സാധനങ്ങളാ നേരെ ഇട്ട് കേട്ടാ, പുറത്ത് ഇട്ടായി. ഇനി ഇറങ്ങണം, ബുർജ് ഖലീഫ ഒന്ന് കാണണം, അതിന്റെ താഴത്തെ ഫൗണ്ടൻ ഷോ കാണണം. അതെല്ലാം അരമണിക്കൂർ എന്തോ വെച്ചുണ്ട്. എന്നിട്ട് വേണം തിരിച്ചു പോകാൻ. സമയം ഇപ്പൊ 6:15 ഇവിടുത്തെ. ഇത് പോയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യണം. ആപ്പിൾ വിഷൻ പ്രോ കണ്ടുപിടിച്ചു. 2 നിലയുണ്ട്. ഇങ്ങനത്തെ താഴത്തെ നിലയിലായിരുന്നു ഇതൊക്കെ. കണ്ട് ഇവിടെ കുറെ കൂടുതൽ സാധനങ്ങളുണ്ട്. ആപ്പിൾ വിഷൻ ട്രൈ ചെയ്യാൻ റിസർവ് ചെയ്യണം, ബുക്ക് ചെയ്യണമെന്ന്. ഇനി 9 മണിക്കേ ഉള്ളു സ്ലോട്ട്. ഇപ്പം 7:15 എന്ന് വെച്ചാൽ 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ എന്തായാലും പുറത്തൊക്കെ പോയി ഫൗണ്ടനൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി വരുമ്പോൾ 9 മണി ആവും എന്തായാലും. അരമണിക്കൂറത്തെ സെഷനാണ്. അരമണിക്കൂറത്തെ സെഷൻ ഞാൻ ട്രൈ ഔട്ട് ചെയ്യും. ഞാൻ വേണ്ടി തിരിച്ചു തരാം. ഓക്കെ. ഒരു ഫൗണ്ടൻ ഷോയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഒന്ന് വിചാരിച്ചെങ്കിട്ട് തിരക്കുണ്ട് കേട്ടാ. ഇനി 3/4 മണിക്കൂറുണ്ട് മറ്റേ ആപ്പിൾ വിഷൻ ട്രൈ ഔട്ട് ചെയ്യാൻ. പോണം. സെഷൻ ഇപ്പൊ തുടങ്ങി. ഇപ്പൊ എൻ്റെ ഫേസ് സ്കാൻ ചെയ്തു, എൻ്റെ ലെൻസ് ടെസ്റ്റ് ചെയ്തു. എല്ലാം മാക്സിമം ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി. അപ്പം ഇൻസ്ട്രക്ഷനൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് സാധനം വന്നിട്ടുണ്ട്. ഇതിൽ പിന്നെ യൂട്യൂബ് കാണാം, വലിയ സ്ക്രീനിൽ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്ത് അതാണ് ഈ ടൈപ്പ് ചെയ്യുന്നത്. ആപ്പിൾ വിഷൻ പ്രോ ട്രൈ ചെയ്ത് കേട്ടാ, ഒരു രക്ഷയില്ലാത്ത സമയം പറയാതിരിക്കാൻ വയ്യ. നൈസ്, വലിയ എക്സ്പീരിയൻസ്. ആ 3D ഒക്കെ ഗെയിം കളിച്ച് എല്ലാം പക്കയായിരുന്നു. ഒരെണ്ണം വാങ്ങിക്കാൻ തോന്നുന്നു. പക്ഷെ അതിന് ഏതാണ്ട് 3-4 ലക്ഷം വേണ്ട. സ്റ്റാർട്ടിങ് പ്രൈസ്
14,000 ദിർഹം എങ്ങാണ്ട. നല്ല നൈസായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും ട്രൈ ചെയ്യിപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് പക്കയായിട്ട്. പിന്നെ മാപ്പ് നോക്കി നേരെ മെട്രോയിലോട്ട് പോകുന്നു. പ്ലേ സ്റ്റേഷൻ കണ്ടിട്ട് കയറിയതാ. PC ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഗ്രാഫിക്സ് കാർഡൊക്കെ ഇരിക്കുന്നുണ്ട. ഡിസ്പ്ലേ ഉള്ളത്, കേസ്, ഡിസ്പ്ലേ ഉള്ള കൂളർ, പിന്നെ കുറെ ചെറിയ കളക്റ്റബിൾസ്, ഫംഗോ പോപ്സ്. അവിടെ വേറെ ഐറ്റംസ് ഉണ്ട്. മിസ്റ്റർ ബീസിന്റെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പറഞ്ഞു കേട്ടോ, ഇവിടെ വന്നിട്ട് മിസ്റ്റർ ബീസിന്റെ ഫീസ്റ്റബിൾസ് അത് കണ്ടില്ല. ഇവിടെ വന്നിട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് ഇതുവരെയായിട്ട് കിട്ടിയില്ല. കൊള്ളാം കേട്ടോ, ദുബായ് മോൾ സെറ്റാ. കുറെ കാണാനുണ്ട്. ഇപ്പം ഞാൻ കുറച്ചേ കണ്ടിട്ടുണ്ട്. ഇനിയും ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കാനേ കുറെ ഉണ്ട്. ഇന്നിപ്പോൾ ടൈമില്ല, സമയം 10 മണിയാകാറായി. 12 മണി വരെ മെട്രോ ഉള്ളു. ഇവിടെ നിന്ന് ഇപ്പം നടന്നു ചെല്ലുമ്പം തന്നെ ഒരു 10-20 മിനിറ്റ് അടക്കും മെട്രോയിൽ കയറി. ഞാൻ ഒത്തിരി താമസിക്കും. അത് കാരണം ഞാൻ പോകുന്നു. സെറ്റ് വീസികളുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി മെട്രോ. അങ്ങനെ മെട്രോയിൽ വന്ന് ഇറങ്ങി ഒരു 10-15 മിനിറ്റത്തെ നടപ്പ് റൂമിലെത്തും. വിശക്കായിരുന്നു. ഫുഡിപ്പോൾ വന്നിട്ട് അവിടെ കുറെ നേരമായിക്കാണ് ഇരിക്കുന്നത്. അത് കഴിക്കണം. ഭയങ്കരമായിട്ട് നടുവേദനയായി കേട്ടാ. ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കുറച്ച് നേരം കഴിക്കാനിരുന്നത്, പിന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അവിടെ ഇവിടെ ഇരുന്നല്ല, ഇരുന്നിട്ടില്ല ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട്. അതാണ് നല്ല നടുവേദനയായി. അത് കഴിഞ്ഞൊന്ന് കിടക്കണം, റെസ്റ്റ്. ഇനി അടുത്ത വീഡിയോ എപ്പോഴായിരിക്കും പറയാൻ പറ്റില്ല, കാരണം കണ്ടന്റ് ഒന്നും ഇല്ല. ഇനി ജോലി തപ്പലൊക്കെയാണ്. എൻ്റെ ഇടയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ നല്ല ഇടാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ തീർക്കുന്നു. ശരി.